ഈ വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടാകും, അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം കാണുക. ഈ സിനിമയിൽ നമ്മൾ കാണുന്ന ചന്ദ്ര ശരിക്കും ഹൈദികമലയിലെ കലിയങ്കാട്ട് നീലിയാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നീലിയുടെ ഒറിജിൻ സ്റ്റോറി ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കഥയിലേക്ക് വാമ്പയർ എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് ഒരു പ്രോപ്പർ വാമ്പയർ സൂപ്പർ ഹീറോ ആയിട്ടാണ് നീലിയെ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സണ്ണിവെയിൻ ചെയ്യുന്ന കടമറ്റത്ത് കത്തനാർ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അടുത്ത സിനിമയിൽ വരുന്ന ചാത്തൻ ഈ സിനിമയിൽ എക്സ്ട്രീംലി ഫണ്ണായിരുന്നു ആ ക്യാരക്ടർ. പക്ഷേ അടുത്ത സിനിമയിൽ ആ ക്യാരക്ടറിനെ കുറച്ച് ഡാർക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഇല്യൂഷൻ ട്രാപ്പ് ഒക്കെ ചെയ്യുന്ന ചാത്തനെ നമ്മൾ ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള രീതിയിൽ അടുത്ത സിനിമയിൽ കാണിക്കുമായിരിക്കും. പിന്നെ ദുൽഖറിന്റെ ക്യാരക്ടർ എന്താണെന്ന് വ്യക്തമല്ല, മിക്കവാറും ഒഡിയനായിരിക്കും. കാരണം നമ്മുടെ ഒഡിയനും ജാപ്പനീസ് നിഞ്ചകളുടെ എലമെന്റ്സും ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ദുൽഖർ ചെയ്യുന്നത്. ചിലപ്പോൾ മൂന്നാമത്തെ സിനിമയിലെ പ്രധാന ക്യാരക്ടർ ദുൽഖറിന്റെ ഈ ക്യാരക്ടർ ആയിരിക്കും. പിന്നെ ഹൈദികമലയിലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഉടുമൻ പോറ്റിയൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ശരിക്കും നമ്മുടെ മിത്തുകൾ ഉപയോഗിച്ച് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള വലിയൊരു സാധ്യത തന്നെയാണ് ലോകം തുറന്നിടുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ തിയറികളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം താഴെ കമന്റ് ചെയ്യുക. നമുക്ക് പ്രോപ്പറായി അതൊക്കെ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം.